ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ പോളയാണ്. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇറാനി പോള. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിപ്പോൾ ഇറാനി പോളക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ്സോ അല്ലെങ്കിൽ ബോണോട് കൂടിയായാലും എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതൊരു 300 ഗ്രാം എടുത്തിട്ട് ഇപ്പോൾ എൻ്റെ ഇതിൽ ചെറുതായിട്ട് ബോണോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി പൗഡറിനെ ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, നല്ല കളർ കിട്ടും. ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ഇല്ല, ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പേസ്റ്റ് പരുവത്തിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഞാനിവിടെ ചതച്ചിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അത് ചെറിയൊരു പീസ്. ഇപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അതുപോലെ ചിക്കൻ മസാലപ്പൊടി കയ്യിലില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അതങ്ങ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് അങ്ങ് പിടിക്കണം. കറിവേപ്പില ഇടുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 മുറി ലെമൺ സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ലെമൺ സ്ക്യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു പുളിപ്പ് കിട്ടും കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കഴിയുമെങ്കിൽ ഇത് ഓവർനൈറ്റ് തന്നെ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇതിൽ ചിക്കനിലൊക്കെ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതല്ലെങ്കിൽ 1 അവറെങ്കിലും പിടിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു കളറും കിട്ടും. നിർബന്ധമൊന്നുമില്ല, എങ്കിലും അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഇതിപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചിക്കനിൽ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 1 അവറെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ 1 അവറെങ്കിലും ഇത് പുരട്ടി വെക്കാൻ ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യാൻ ഒരു ഓവർനൈറ്റ് നിങ്ങൾ ചെയ്തിടുന്നതാവും. അപ്പോൾ ആകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ചിക്കന്. ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാനിടട്ടെ. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഓവർനൈറ്റ് തന്നെ ഇട്ടതായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടികൾ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ മാക്സിമം ഒരു 1 അവറെങ്കിലും വെക്കണേ, എങ്കിലേ നന്നായിട്ട് ഇത് പൊടിയൊക്കെ ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ ഓരോരോ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ഒരു സൈഡ് ഇനി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളൂ. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഉള്ളി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണേ. ഞാനിതിപ്പോൾ വലിയൊരു ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒന്നെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ തന്നെ. അത് ഞാനതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചിക്കനും ഉപ്പിട്ടിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് നോക്കിയിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതും ഒന്ന് വാടി വരട്ടെ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡറിന് നിർബന്ധമൊന്നുമില്ല, സാധാ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിൻ്റെ ടേസ്റ്റും ഇഷ്ടമില്ലെങ്കിൽ കുരുമുളക് പൊടി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അന്നേരം കാശ്മീരി ചില്ലി പൗഡർ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതും ചേർക്കണ്ട കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ലൊരു ചെറിയൊരു പുളിപ്പ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ല, അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ മല്ലിപ്പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതുപോലെ തക്കാളി ഇടുന്നതിന് മുന്നേ തന്നെ പൊടികൾ ഇടാൻ ശ്രദ്ധിക്കണേ. തക്കാളി ഇട്ടതിന് ശേഷം പൊടികൾ ഇടുമ്പോൾ ഇപ്പോൾ പൊടികളുടെ ആ റോസ് സ്മെല്ല് മാറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടികളുടെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം തക്കാളി വഴറ്റിയെടുത്താൽ മതി. ഇനി തക്കാളി കൂടെ ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് വഴറ്റി ഉടക്കണം. അപ്പോൾ തക്കാളി ഇതിലേക്ക് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കണ്ടോ. ഇനി നിങ്ങൾക്ക് തക്കാളിക്ക് പകരം വേണമെങ്കിൽ ലെമൺ ജ്യൂസും ഒരു 1/2 ലെമൺ എടുത്തിട്ട് സ്ക്യൂസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നന്നായിട്ട് പിച്ചി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിച്ചി എടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോണോട് കൂടിയാലും എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കൂടുതൽ ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടാൻ കേട്ടോ. ഇനി കൂടുതലായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ 300 ഗ്രാം തന്നെ നിങ്ങൾക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 150 ഗ്രാമോ അല്ലെങ്കിൽ 200 ഗ്രാമോ ആയിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് കൂടുതൽ എടുത്തത്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉള്ളി വറ്റുമ്പോൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഉപ്പിനുള്ളത് കുറച്ചും കൂടെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് വേണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഈ ഉപ്പ് ഇതിലേക്കൊന്ന് പിടിക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ഇതങ്ങോട്ടേക്ക് തണിയട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇനി പോളക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു 4 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വെളുത്തുള്ളി കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തടിക്കാനുണ്ട്. ഇത് ആദ്യം അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മൈദയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മൈദയും കൂടെ കൂട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം. അതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു ഫ്രൈങ് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉപയോഗിക്കാത്തൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇറാനി പോള സെറ്റ് ചെയ്യുന്ന ഒരു സോസ് പാൻ കൂടെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ അടിച്ചു വെച്ച ബാറ്റർ ഇല്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹാഫ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങ് നിർത്തിയിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഹാഫ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 4-5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം അതൊന്ന് വലിഞ്ഞു വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മസാല ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അങ്ങ് സൈഡിലോട്ട് അങ്ങ് അധികം അങ്ങ് ആവണ്ട. സെൻറ്റർ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുമിച്ചിടരുത്, പരത്തി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. സൈഡ് ഭാഗത്തേക്ക് ആവാതെ ശ്രദ്ധിക്കുക. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ബാറ്റർ ഒഴിക്കുമ്പോൾ അത് നമുക്ക് ഒന്ന് സീൽഡായിട്ട് കിട്ടേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ സൈഡിലോട്ട് അധികം അങ്ങ് ആവരുത്. ഞാൻ കണ്ടോ സൈഡിൽ കുറച്ച് വിട്ട് വെച്ചത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ പ്രസ്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സൈഡ് വശത്തുനിന്ന് വേണം ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത് തുടങ്ങാൻ കേട്ടോ. ആദ്യം അവിടെ ആവണം ഫില്ലാവേണ്ടത്. എന്നിട്ടിങ്ങനെ സെൻറ്ററിലോട്ട് വരാൻ. ഇപ്പോൾ മുഴുവനായിട്ട്
ഫില്ലായിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്നിങ്ങനെ തട്ടിക്കൊടുക്കാൻ, അത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കന്, അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ഇതിലൊക്കെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കാരണം മൈദയും മുട്ടയൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് അതങ്ങ് നിന്നോളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ടായി കട്ട് ചെയ്ത് വെച്ചാൽ ക്യാപ്സിക്കം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിൽ യെല്ലോ കളറോ റെഡ് കളറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലുണ്ട്, അത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു തക്കാളിയും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വെറും തക്കാളി മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വെറും ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ പറഞ്ഞതുപോലെ അടിയിലൊരു ഫ്രൈയിങ് പാന് ചൂടാക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലൊന്ന് കരിയാതെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊരു 30 മിനിറ്റോളം എടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു സ്ക്യൂസറോ എന്തെങ്കിലും ഒന്ന് കുത്തിയിട്ട് നോക്കാം. ഇപ്പം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം, അതൊന്ന് വെന്തിനോ നോക്കണമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഞാൻ അതിനായിട്ട് വേറൊരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കൊന്ന് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഇറാനി പോള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.